Hi guys, welcome back to my channel. ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് എത്രയാണെന്ന് പോലും അറിയാൻ പാടില്ല. അവസാനത്തെ ഷോർട്ട് ഫിലിം റിയാക്ട് ചെയ്തിട്ട് കുറേ ആയി. മതസൗഹാർദ്ദം മാത്രമായിട്ട് പോയിട്ട് ആളുകൾക്ക് ബോറടിക്കുന്നു. മാറ്റിപ്പിടി റീൽസ് റിയാക്ഷനും വേണ്ട. ഷോർട്ട് ഫിലിംസ് ഒന്നും കിട്ടാനില്ലടേ. ഉള്ളത് ഫുള്ളുണ്ടെങ്കിൽ അയച്ചത് ആരെങ്കിലുമൊക്കെ. എന്താണെങ്കിലും നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സ്ഥിരം വേട്ടാമൃഗം തന്നെ. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിയലോഗ്. ഈ ഷോർട്ട് ഫിലിം കാണുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയി. സൂപ്പർ മൂവി, വെരി ഹൗട്ട് ടീച്ചിങ്. ടീച്ചിങ് എന്നാ ടീച്ച് ചെയ്ത് തന്നെ. എന്താണേലും നമ്മളെന്തോ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഷോർട്ട് ഫിലിം. ഇപ്പൊ കണ്ടേക്കാന്ന് ഞാൻ വെച്ചു. താങ്ക് ഗോഡ്. നന്ദി. താരോദയം ന്യൂ ഫ്ലേസ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ. വാവ്. KMC കൊമ്പൻ. കാട്ടിൽ മേക്കാതിർ ക്രിയേഷൻസ്. വല്ലാണ്ട് കൊണ്ട് മാറി. സെറ്റപ്പായി കേട്ടോ. ഇൻട്രോയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷോർട്ട് ഫിലിമിന്റെ പേരാണ് കൊതം. ജീവിതം കൊത അല്ല കേട്ടോ. കോയും തായും കൂടെ ഇടയ്ക്ക് വന്നിട്ട് ആകപ്പാടെ ജീവിതം കൊഴുക്കട്ട. ഇതാണോ കൊഴുക്കട്ട? കൊഴുക്കട്ടയാട്ടോ. കോഴിക്കാട്ടം പോലെ ഉണ്ട്. കഥ തിരക്കഥ അനീഷ് ആശ്രാമം. ഡയറക്ടർ മാറിയിട്ടുണ്ട്. അനിൽ മാധവ് പാരിപ്പള്ളി. ഇപ്രാവശ്യം ഹരീഷ് പുനലൂർ കിങ് അല്ല, അനിൽ മാധവ് പാരിപ്പള്ളിയാണ്. നമുക്കൊന്ന് കണ്ട് നോക്കാം. നേരം പുലരുകയാണ് സുഹൃത്തുക്കളെ. നല്ല ക്യാമറ കേട്ടോ. നല്ല ക്യാമറയൊക്കെ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊള്ളാം. കഥയാണ് കാണേണ്ടത്. ഇന്നും ആ പ്രദീപിന്റെ വീട്ടിൽ വഴക്കാണല്ലോ. അത് ഇത്ര രാവിലെ തന്നെ. അതെ, നല്ലൊരു ദിവസമായിട്ട് ഇന്നും വഴക്കാണല്ലോ. നമുക്കൊന്ന് ചോദിച്ചാലോ? നമുക്ക് ചോദിച്ചു നോക്കാം. വായനങ്കിലും ശബ്ദമൊക്കെ വരുമല്ലേ? അതെ, നല്ലൊരു ദിവസമായിട്ട് ഇന്നും വഴക്കാണല്ലോ. ആ സുബോധല്ലേ വരുന്നത്. നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. സുബോധേ, നിന്റെ വീട്ടിൽ എന്നും വഴക്കാണല്ലോടാ. നീ നിന്റെ അമ്മയും 2 മക്കളും എല്ലാം അവിടെ ഉള്ളൂ. എന്റെ അനിയനുമായിട്ടായിരിക്കും ഇന്ന് പോകില്. എന്ത് വാട ഇത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. പൊന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പൊ ഇത് പുതുമുഖ നടന്മാരാണോ? നമ്മുടെ ടീംസ് ഒന്നും ഇല്ല ഇതിനകത്ത്. അയ്യോ, എന്റെ ഹരീഷ് പുനലൂർ എവിടെ? എന്തു പറ്റിയടാ? ഓട്ടോ വിളി. എങ്ങല്ലേ അത്? ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. സാറിനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സാറില്ലാത്ത ഷോർട്ട് ഫിലിം റിയാക്ഷൻ എനിക്ക് വള്ളിയില്ലാത്ത കൊള്ളാൻ പോലെയാ. ഒരു കാര്യം പറയാനുള്ളതിന് മുമ്പ്, ഈ ടീഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? കേട്ടത് ശരിയാ, കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിതച്ചത് നാളെ. നിങ്ങൾ എപ്പോഴും പറയുന്നൊരു പരാതി ഉണ്ടല്ലോ, ഈ ഊള ആപ്ലിക്കേഷൻസ് മാത്രമേ നിനക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളൂ, നല്ലത് എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്തൂടെ? അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറയാറുണ്ട്, ജെനുവിനായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. അത് പ്രകാരം ഞാൻ ചെയ്യുന്നൊരു പ്രൊമോഷനാണ്. അപ്പോൾ എനിക്ക് ടീഷർട്സ് ഒക്കെ അയച്ചു തന്നത് പ്രിന്റിക്കോയാണ്. എങ്ങനെയുണ്ട് അവരുടെ ഈ പ്രിന്റ്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? പണ്ട് എന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജുകൾ പറ്റിച്ചിട്ടുണ്ട്. അവർ പ്രൊഡക്റ്റ് അയച്ചു തരാം, ഒന്ന് പ്രൊമോട്ട് ചെയ്യാവോ, ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, പാവങ്ങൾ എന്തെങ്കിലും ഞാൻ കാരണം എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അവരുടെ പോസ്റ്റൊക്കെ എടുത്ത് സ്റ്റോറി ഇടുകയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പിന്നെ പ്രൊഡക്റ്റ് അയക്കാണ്ടായി. എനിക്ക് കുറച്ച് സമയം നഷ്ടമായി എന്നല്ലാണ്ട് എനിക്ക് വലിയ കാര്യമായ നഷ്ടമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവർ ചെയ്ത് കൂട്ടിയാൽ അവർക്ക് കർമ്മയായിട്ട് തിരിച്ച് കിട്ടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് പ്രിന്റിക്കോ ഈ ടീഷർട്ട്സൊക്കെ അയച്ചു തരുന്നത്. നല്ല ക്വാളിറ്റി ആവട്ടെ ഈ തുണി. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാനപ്പം വേറെ കളർ ഇട്ടത്, വൈറ്റും ഒരു കാരമൽ കളറാണ്.
കണ്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ പേരൊന്ന് അടിച്ച് തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ അടിച്ച് തന്നതാണ്. പക്ഷേ നല്ല ക്വാളിറ്റി കേട്ടോ. നിങ്ങൾ ഈ തുണി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്കും തരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ഓർഡർ എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് പറയുക. അപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റിക്കോനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അവർക്ക് ഹുഡീസ് ഉണ്ട്, സിപ്പർ ഹുഡീസ് ഉണ്ട്, സെറ്റ് ഷർട്ട്സ് ഉണ്ട്, ജോഗേഴ്സ്, പോളോ ടീഷർട്ട്സ്, ഓവർ സൈസ് ടീഷർട്ട്സ്. അത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പ്ലെയിനായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർ തരുന്നതായിരിക്കും. നിങ്ങൾ ആ പേജ് ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിൻറ്റിക്കോ നിന്ന് മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ജോബ് കിട്ടണം എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും ഓരോ ടീഷർട്ട്സിനും. അപ്പോൾ പ്രിൻറ്റിക്കോ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. എന്തുവാണ് രാജ, എന്തുണ്ട് വിശേഷം? എന്താണ് രാജ, എന്തുണ്ട് വിശേഷം? എന്തുവാണ് രാജ, എന്തുണ്ട് വിശേഷം? വരതേടണോ? സുബോധിന്റെ വീട്ടിലേക്കായിരിക്കും. അതേടാ അതേടാ. വായിൽ പൂച്ച വിട്ടിടപ്പുണ്ട. എന്തുവാണ് ഇവിടുത്തെ പ്രശ്നം? അതേടാ അതേടാ, അവിടുത്തെ പ്രശ്നം തീർക്കാനേ എനിക്ക് സമയം. സുബോധിന്റെ തലപൊട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടു. തിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതും കണ്ടു. എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ചെല്ല്. സുരേഷ് ഗോപിയുടെ ആരാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു, ഇല്ലാത്ത സൗണ്ടിലൊക്കെ സംസാരിക്കുന്നു. അയാളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്നാ അവരെ ഊഞ്ഞ അഭിനയാടാ. കിട്ടും. ആ അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ കിട്ടുന്നല്ല കിട്ടണം. എന്താണ് രാജ, എന്തുണ്ട് വിശേഷം? ഇവരിവിടെ എത്തിയ ഇപ്പൊ എന്താ പറ്റിയേ? അമ്മ എന്നും ഇവിടെ ഈ കുഴക്കട്ട പ്രശ്നം തന്നെയാ. ഈ അമ്മയുടെ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇന്നും ഇവിടെ കൊഴക്കട്ട തന്നെ. ഈ കൊഴുക്കട്ട ചവിട്ടി വീണതിനാണോ ഇത്രയും പ്രഹസനം? ക്യാമറ ആംഗിൾ, ആക്ഷൻ കട്ട്. ആ ഈ പുള്ളിനെ എനിക്കിപ്പോ ഓർമ്മ വന്നു. നമ്മളെ മറ്റേ പോലീസുകാരൻ ഓർമ്മ വേണ്ട. കോളിംഗ് ബെല്ല് അടിച്ചു നോക്കിയേ. സാറ് വിളിക്കുന്നു. നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊന്നിങ്ങ് ഇറങ്ങി വന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ, ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. എന്തു പറ്റി? എന്താണ് രാജ, എന്തുണ്ട് വിശേഷം? മോഷണ ശ്രമം എന്തെങ്കിലും? ഒന്നുമില്ല മാവ, ഒന്നുമില്ല. ഇവിടെ എന്നും കൊഴക്കട്ട പ്രശ്നം തന്നെയാണ്. വയസ്സുകാലത്ത് ഞാൻ എന്ത് ചെയ്യാനാ? രണ്ടെണ്ണം പോത്ത് പോലെ വളർന്നു. കുറെ കാലം കൊണ്ട് പറയുന്ന ഏതെങ്കിലും പെൺപിള്ളാരെ വിളിച്ച് വീട്ടിനകത്ത് കൊണ്ടുവരാൻ. ഏതെങ്കിലും ഒരു നല്ല പെൺപിള്ളാര് വന്നാലേ അമ്മർക്ക് ആവശ്യമുള്ള ഭക്ഷണം വെച്ച് കൊടുക്കത്തില്ലയോ? ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ ഇടിയപ്പോ എന്തെങ്കിലും. വയസ്സേന്ന കാലത്ത് എന്നെ നെക്കിട്ട് കയറുന്നു. ഈ ചേട്ടൻ പെണ്ണേട്ടല്ലോ അമ്മാവ, എനിക്കൊന്ന് പെണ്ണേട്ടൻ പറ്റുന്നോള്. എന്തായാലും എനിക്കിനി തലപൊട്ടിക്കാൻ വയ്യ. ഞാൻ എന്തായാലും ഈ ദൗത്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഞാനൊരു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ചേട്ടൻ ഇപ്പോഴെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. എന്നെ ഒരു ക്യാമറ ആംഗിളാ നോക്കണേ. ഇവന്മാരെ രണ്ടിനെ ഞാൻ കെട്ടിച്ചിട്ട് നടന്നു തന്നെ. ഇതാണ് പെൺകുട്ടിയുടെ അച്ഛൻ. ആ നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. മാതൃഭാഷയുടെ പിതാമഹൻ. ഇരിക്കൂ. മോൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നു. ബിസിനസ്സാ, അവിടെ ഒരു സ്റ്റേഷനറി കടയാ. ഓഹോ, ലക്ഷ്മി. ആ എല്ലാവരും ചെറുപ്പക്കാരാണല്ലോ. വിവാഹ വാർഷികം വല്ലതുമാണോ? മോളെവിടെ? മോലെ അപ്പൊ ഇത് മോലല്ലേ? മോളെ കാണാനാ സുബോധമോൻ വന്നിരിക്കുന്നേ. അച്ഛടാ. അതെ, എന്റെ മോളായതുകൊണ്ട് പറയല്ല കേട്ടോ. അവള് നല്ലൊരു പാചകക്കാരിയാ. അപ്പൊ ഇത് മോലല്ലേ? യൂട്യൂബിലൊക്കെ നോക്കി അവൾ നന്നായിട്ട് പാചകം ചെയ്യും. അപ്പൊ മോന് വേണ്ടി അവളൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കൊണ്ടുവരും. രക്ഷപ്പെട്ടടാ, നിന്റെ മുൻജന്മ സുഹൃതം. അവള് ഭയങ്കര പാചകക്കാരിയാ. മോളെ ആ കൊഴുക്കട്ടെ ആയിരിക്കും.
അതേ അഭിനയിച്ച് മുണച്ചത്. എല്ലാരും ഒന്ന് എടുത്ത് കഴിച്ചാട്ടെ. തേഞ്ഞ് മോനെ മരുമോനെ നിന്റെ ജീവിതം ഇനിയും കുഴക്കട്ട. നിന്റെ ജീവിതം ഇനിയും കുഴക്കട്ട. ഫണ്ണ് ഫണ്ണ് ഫണ്ണ്. എന്നാ കൊഴുക്കാട്ടാടാ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഷോർട്ട് ഫിലിമാണോ അതൊക്കെ? ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിരിച്ചാൽ മതിയോ? എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കണ്ടിട്ട്. കാട്ടം പോലത്തെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി വെച്ചിട്ട് കൊഴുക്കാട്ടം എന്ന് പേരിട്ട് വെച്ചേക്കുന്നു. ഇങ്ങനെ കുറവാണ് കൊന്തം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഇതൊന്നും വിലയിരുത്താൻ പോലും എനിക്ക് പറ്റണില്ല. ഭദ്രൻ മയ്യനാട്, മാമനൊരു പുരോഗതി ഇല്ലല്ലോടെ, എന്തുവാടെ ഇത്? താങ്ക്സ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കമന്റ് ബോക്സിൽ. എന്ത് കണ്ടിട്ടാണ് എന്തുണ്ട് വിശേഷം? ഭദ്രമാമ ഇത് ഷോർട്ട് ഫിലിം ആക്കാതെ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതിയായിരുന്നു. ഇതിനെ പറ്റി പറയുവാണെങ്കിൽ തുടക്കം മുതലുള്ള അവസാന ഭാഗം വരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എന്റർടൈൻമെന്റ് ആണ് ഈ ഷോർട്ട് ഫിലിം. പിന്നെ അഭിനയത്തെ പറ്റി പറയേ വേണ്ട, കൊഴുക്കട്ടെ ഓട്ടോറിക്ഷയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. അപ്പോൾ അടുത്ത റിയാക്ഷൻ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റിക്കോ ടീഷർട്ടിൻ്റെ കാര്യം മറക്കണ്ട. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രിന്റ് ചെയ്ത് ടീഷർട്ട്സൊക്കെ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. അവർക്ക് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ബൈ ഫോർ നൗ.